2024 ഇവിടെ സമാപിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും, ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തെ 2024 വർഷത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായ ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. 2024 ഞാൻ എൻ്റെ കൂടെ, അതായത് നമ്മൾ എല്ലാവരും വളരെ ഭംഗിയായി നടന്നു വർഷമാണ് 2024 എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ഒരു ടീം, ഈ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീം എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിച്ച് ആ ഒരു വർഷം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നന്നായിട്ട് 2024 വർഷം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീമിൽ അതിൽ സെക്രട്ടറിയാണ് അജിത് പിള്ളൈ സെക്രട്ടറി ആയിട്ട് ഒരു വർഷം വളരെ ഭംഗിയായിട്ട് കൂടെ നിന്നു. അതിന് മുമ്പിലത്തെ വർഷം ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കഴിഞ്ഞ വർഷം ആ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഗവൺമെൻറ് ഒരു ഗ്രാൻഡ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അദ്ദേഹം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അജിത്തെ, എന്താ പറയാനുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ? നമസ്കാരം. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇത്തവണ നമ്മൾ നടത്തിയ എല്ലാവിധ ആഘോഷങ്ങളിലും ഭക്തജനങ്ങളുടെ വളരെ അധികമായിട്ടുള്ള സഹായവും സഹകരണവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് ഒരു സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും അത് അപ്രൂവലായി വരികയും ചെയ്തു. ഇറ്റ് ഈസ് അബൌട്ട് $150,000. അതും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് മാത്രമാണ് സാധിച്ചത്. അപ്പം അങ്ങനെ വളരെ കാര്യങ്ങൾ നമുക്ക് ഇത്തവണ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ ട്രഷററായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ശ്രീകലയാണ്. ശ്രീകല കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ടിൻ്റെ കാര്യങ്ങൾ വിനിയോഗിക്കുന്നതിലും ബഡ്ജറ്റ് ചെയ്യുന്നതിലെ കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സമയം ചെലവഴിക്കേണ്ട ഒരു ഏരിയയാണ് ട്രഷറർ എന്ന് പറയുന്നത്. ശ്രീകലയും ഒരുപാട് ഈ ഒരു ടീമിനെ ഒരുമിച്ച് നിർത്തുന്നതിനും അതുപോലെ കാര്യങ്ങളെല്ലാം അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ് ശ്രീകല. എന്താണ് പറയാനുള്ളത് ഈ ഒരു സമയത്ത്? നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് 2024 ഡിസംബർ 31 ഞാനിവിടെ നിൽക്കുന്നത്. വളരെ നല്ലൊരു ടീമായിരുന്നു ഇത്. നല്ല സുനിൽ പ്രസിഡന്റ്, അജിത് പിള്ള സെക്രട്ടറി, ആ ഒരു ലീഡർഷിപ്പിലാണ് ഈ ബോർഡ് തുടങ്ങിയത്. എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ബോർഡിൻ്റെ ഭരണം ഒരു വിജയമാക്കാൻ ഞങ്ങൾക്ക് സാധ്യമായത്. അതിന് ബോർഡിലുള്ള എല്ലാവരോടും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ കഴിഞ്ഞ ബോർഡിൻ്റെ പേരിലും ഗുരുവായൂരപ്പൻ്റെ നാമത്തിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഒരു അമ്പലം അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസ് എന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ യൂത്ത് ആളുകളാണ്. യൂത്ത് ആളുകളെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് യൂത്ത് ആൾക്കാരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ്, അവരെ നമ്മൾ ഓരോ കാര്യത്തിനും വേണ്ടി നമ്മൾ ഇൻവോൾവ് വിജയിക്കുമ്പോഴാണ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കോർഡിനേഷൻ വളരെ ഭംഗിയായി ചെയ്തതാണ് സിന്ധു. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളുമായിട്ടും അവരുടെ ആ ഒരു യൂത്ത് ഓർഗനൈസേഷനെ, യൂത്ത് ആൾക്കാരെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ പല നമ്മൾ കരിയർ ഗൈഡൻസ് പോലുള്ള പല കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തതാണ് സിന്ധു. താങ്ക് യു സിന്ധു. രാജി തമ്പി ഇതുപോലെ നമ്മുടെ ഫെസ്റ്റിവൽ പ്രോഗ്രാം കോർഡിനേഷൻ ആയിരുന്നു. അതായത് 10 വർഷത്തെ ഉത്സവം അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പോൾ ശ്രീകൃഷ്ണജയന്തി പോലുള്ള അതുപോലുള്ള വലിയ ഇവൻറ്റുകൾ, അതിലെ പ്രോഗ്രാമുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുക. 10 ദിവസം ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു വൻ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ എല്ലാ പ്രോഗ്രാമും വളരെ ഭംഗിയായിട്ട് ടൈമിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് രാജി തമ്പി. താങ്ക് യു. അതുപോലെ നമ്മുടെ ഫെസ്റ്റിവൽ കോർഡിനേഷനാണ്. ഫെസ്റ്റിവൽ കമ്മിറ്റി, അതായത് അമ്പലത്തിൽ നടക്കുന്ന പല ഫെസ്റ്റിവലുകളിലും അതിനെ കോർഡിനേറ്റ് ചെയ്യും, അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച കൂടെ നിന്ന വ്യക്തിയാണ് മഞ്ജു. താങ്ക് യു.
അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ പൂജാ കമ്മിറ്റി, അതായത് അമ്പലത്തിലെ എല്ലാ ദൈനംദിന പൂജകളുടെ കാര്യങ്ങളും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട്, അതിൽ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്നു. അതോടൊപ്പം ഏതൊരു കാര്യങ്ങളാണെങ്കിലും ഇതുപോലുള്ള രാവിലെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ആദ്യം വരുന്ന മെസ്സേജ്, എല്ലാ ദിവസവും രാവിലെ വരുന്ന മെസ്സേജ് രാജിയുടെ ആയിരിക്കും. രാജി തമ്പിയ പൂജാ കമ്മിറ്റി പൂജാ ഏരിയ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു. രാജി, താങ്ക് യു ഫോർ ദാറ്റ്. നമ്മൾ സുരേഷ് കണ്ണൂളുണ്ടായിരുന്നു. സുരേഷ് കണ്ണൂളിനെ ഞാൻ ഇടയ്ക്ക് കാണുന്നത് നമ്മൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു ആന നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതെങ്ങനെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളത് വളരെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് സ്റ്റെപ്പിൻ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് സുരേഷ് കണ്ണൂളിൽ. സുരേഷ് കണ്ണൂളിൽ നമ്മുടെ ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം രാജേഷ് നായർ, ഇപ്പം ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം അദ്ദേഹം ഇവിടെ ഇല്ല, പക്ഷേ രാജേഷ് നായർ ഫുഡ് കോർഡിനേഷൻ്റെ ആളായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും ഇപ്പോൾ സൺഡേയിലൊക്കെ വരുന്നവരും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് ഉത്സവ സമയത്തും അല്ലെങ്കിൽ ഏത് ഇവൻറ്റ് നടക്കുന്ന സമയത്താണേലും ഫുഡിൻ്റെ കാര്യങ്ങൾ വളരെ നല്ല ടേസ്റ്റോട് കൂടി ഇവിടെ ഫുഡ് വിതരണം ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ കൃഷ്ണ ശർമ്മയുടെ കൂടെ ഒരുമിച്ച് അതിൻ്റെ ലീഡ് എടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് രാജേഷ് നായർ. രാജേഷിനുള്ള നന്ദി ഞങ്ങളെല്ലാവരും പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയിലുള്ള രമേശ് അത്തിയോടി മെയിൻ്റനൻസിൻ്റെ ചെയറായിരുന്നു. അതായത് അമ്പലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അമ്പലത്തിൽ വന്നു കഴിയുമ്പോൾ ഏറ്റവും നീറ്റായിട്ടുള്ള ഒരു അമ്പലമാണ്, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു അമ്പലമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് അത് ക്ലീനിങ് നടക്കുന്നുണ്ടെന്നുള്ളതും അതുപോലെ ബാക്കിയുള്ള അതിലെ പരിസരങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തിയ ഒരു വ്യക്തിയാണ് രമേശ് അത്തിയോടി. അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഞങ്ങൾ പറയുകയാണ്. ശ്രീജിത്ത് ഈ വർഷം നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ അതിനുവേണ്ടി പ്രവർത്തിച്ച മുന്നിൽ നിന്ന വ്യക്തിയാണ്. ഈ പ്രാവശ്യം ഒരുപാട് നമ്മൾ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ശ്രീജിത്ത് അടുത്ത വർഷവും കമ്മിറ്റിയിലേക്ക് ഉള്ളയാളാണ്. സുരേഷ് നായർ ജോയിൻറ്റ് ട്രഷററായിട്ട് ഇപ്പം നിൽക്കുന്ന ആളാണ്, അടുത്ത വർഷത്തെ ട്രഷറാണ് സുരേഷ്. അതുപോലെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയറായിട്ടും വർക്ക് ചെയ്യുന്നു. ഈ വർഷം നമ്മുടെ ഒരു നല്ലൊരു മുന്നോട്ട് വന്ന ഒരു കാര്യമാണ്, കുറച്ച് നാളായി നമ്മൾ ആ പ്രീ ക്വാർട്ടേഴ്സിൻ്റെ അപ്രൂവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ വർഷം നമുക്ക് ആ അപ്രൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അപ്രൂവൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് സുരേഷ്. അപ്പം സുരേഷിനോടുള്ള നന്ദി, താങ്ക് യു. നമ്മുടെ ഇതുപോലെ തന്നെ ഇപ്പം രാജിയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ വിനോദ് നായർ അദ്ദേഹം ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഇപ്പം ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം അജിത് പിള്ളയുടെ ആബ്സെൻസിലും അല്ലെങ്കിൽ അജിത് പിള്ളയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്ന സെക്രട്ടറി അജിത് പിള്ളയ്ക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു സമയത്ത് സ്റ്റെപ്പിൻ ചെയ്ത് കൂടെ നിന്നയാളാണ് വിനോദ് നായരെ താങ്ക് യു. അടുത്ത സുബിൻ ബാലകൃഷ്ണൻ. എൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹമായിരുന്നു PR ആയിട്ട് ഈ പ്രാവശ്യം, അതായത് പുറത്തേക്കുള്ള ഏത് ഫ്ലയറുകളും അല്ലെങ്കിൽ എന്ത് നോട്ടിഫിക്കേഷനും നമ്മുടെ അമ്പലത്തിൻ്റെത് പോകുന്നത് സുബിൻ്റെ ത്രൂ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സുബിനാണ് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. സുബിൻ അതുപോലെ അടുത്ത വർഷം നമ്മുടെ പ്രസിഡൻ്റായിട്ട് വരുവാണ്. അപ്പോൾ 2024 ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഈ ഒരു ടീം ഞങ്ങളെ എല്ലാ രീതിയിലും, നിങ്ങൾ വോളണ്ടിയേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം സ്പോൺസേഴ്സായിട്ടും വന്ന് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ബോർഡിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ്. 2025 നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ അതുപോലെ ഒരു കാര്യം കൂടി, അതുപോലെ ഞങ്ങളെ ഗൈഡ് ചെയ്ത സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരു ഗ്രൂപ്പാണ് ട്രസ്റ്റി. നമ്മുടെ ഇതിനു മുമ്പ് ഇവിടെ ബോർഡിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ ട്രസ്റ്റി. ആ ഒരു ഗ്രൂപ്പിൽ ഞങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് രമേശേച്ചിയായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. രമേശേച്ചിയും ഹരിയും ഒക്കെയുള്ള ആ ഒരു ഗ്രൂപ്പ് ഞങ്ങളെ വളരെയധികം ഗൈഡ് ചെയ്യുന്നതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അവരോടുള്ള ഞങ്ങൾ ബോർഡിൻ്റെ പേരിലുള്ള നന്ദി പറയുകയാണ്. 2025 നമ്മൾ നോക്കുമ്പോൾ 2025 പ്രസിഡൻ്റായിട്ട് വരുന്ന ആളാണ് സുബിൻ. അപ്പം സുബിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ എല്ലാവരും കൊടുക്കുകയാണ്. 2025 അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് പോലെ നിങ്ങൾ എല്ലാവരും സുബിനും ആ ഒരു സപ്പോർട്ട് കൊടുക്കണം. അദ്ദേഹത്തിന് ഇനി
നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ടീമിനും സാധിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സുബിനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? താങ്ക് യു സുനേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ നാളെ 14 അംഗ ഒരു ടീമാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് കയറാൻ പോകുന്നത്. വലിയ ഒരു ദൗത്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അപ്പം ഇതുവരെ നിങ്ങൾ അറിഞ്ഞ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും നല്ലൊരു പുതുവത്സരം നേരുന്നു. എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ. താങ്ക് യു. അതുപോലെ അമ്പലത്തിൽ എല്ലാവരും വരുമ്പോൾ ആദ്യം കാണുന്നത് എവിടുത്തെ അമ്പലത്തിലെ എംപ്ലോയീസിനെയാണ്. അമ്പലത്തിലെ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ശരിക്കും അമ്പലത്തിൻ്റെ ഒരു മുഖമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരെല്ലാവരും ഈ പ്രാവശ്യം ഈ ഒരു വർഷം ഞങ്ങൾ ബോർഡിൻ്റെ കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, അമ്പലത്തിൽ നമ്മൾ ഏതൊരു ഫെസ്റ്റിവൽ നടത്തിയാലും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ നിന്ന് എത്തിക്കാനുണ്ട്, കുറേ നമ്മൾ ഇവിടുന്ന് അടുപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് കൈകാര്യം ചെയ്തത് അജിത് നായരാണ്. അജിത് നായരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പറയുന്നു. അതോടൊപ്പം ഈ ഒരു വർഷം ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഓരോ വോളണ്ടിയേഴ്സ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ആയിട്ടാണെങ്കിലും എല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. പിന്നെ ഇനി ഈ ഒരു വർഷം 2024 കഴിയുന്നു, 2025 വരുന്നു. എല്ലാവർക്കും ഒരു പുതുവത്സരം ആശംസിക്കുന്നു. നാളെ അമ്പലം 2025 വരവേൽക്കാൻ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് കാണാമായിരിക്കും ഇവിടെ പുറകിൽ എല്ലാ ഡെക്കറേഷൻ കമ്മിറ്റി അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. നമസ്കാരം.